بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد عن أبي بكر رضي الله عنه أن رسول الله صلى الله عليه وسلم أنه قال أعطيت 70,000 من أمتي يدخلون الجنة بغير حساب وجوههم كالقمر ليلة البدر قلوبهم على قلب رجل واحد فاستزدت ربي عز وجل فزادني مع كل واحد 70,000. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എൻ്റെ സമുദായത്തിൽ നിന്ന് 70,000-ഓളം ആളുകൾക്ക് ഹിസാബില്ലാതെ, ചോദ്യങ്ങളും പ്രയാസങ്ങളൊന്നും ഇല്ലാതെ സ്വർഗപ്രവേശനം നൽകുമെന്ന സന്തോഷം റസൂലുള്ള പറയാണ്. അവരെ അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: അവരുടെ മുഖകമലങ്ങൾ 14-ാം രാവിൽ പൂർണ്ണയന്തു പ്രകാശിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ അവരുടെ മുഖങ്ങൾ ഇങ്ങനെ പ്രകാശിക്കുന്നു. അവർ ഒരുപാട് ആളുകളുണ്ടെങ്കിലും അവരുടെ ഹൃദയം, മനസ്സ് ഒരൊറ്റ മനസ്സാണ്. അങ്ങനെയുള്ള ആ വിഭാഗം ആളുകൾക്ക് അല്ലാഹു തആല സ്വർഗപ്രവേശനം കൊടുക്കും. ഞാൻ എൻ്റെ റബ്ബിനോട് പറഞ്ഞു, റബ്ബേ, 70,000 ആളുകൾ പോരാ, ഇനിയും ആളുകൾ വേണം. ഉമ്മത്തിനോട് ഇത്ര ഇഷ്ടമുള്ള, ഇത്രത്തോളം മലച്ചയുള്ള നേതാവാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്ന് തുടങ്ങുന്ന ആയത്തിൽ റസൂലുള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്: ഹരീസുൻ ഹരീസുൻ, ഹിർസുള്ള ആൾ. ഹിർസു എന്ന് പറഞ്ഞാൽ അലച്ചയാണ്, ഇഷ്ടം, അമിതമായ ഇഷ്ടം, താല്പര്യം. നമ്മുടെ നാവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിന്റെ ടേസ്റ്റ് കിട്ടുമ്പം അത് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നൊരു അലച്ചയുണ്ടല്ലോ, അതുപോലെയാണ്. ഒരാൾ മുഅ്മിനായാൽ അടുത്തൊരാൾ മുഅ്മിനാവാൻ, ഇസ്ലാമിലേക്ക് വരുന്നത് അത്രത്തോളം ഇഷ്ടപ്പെട്ട ആളാ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബസ വതവല്ല എന്ന സൂറത്തിന്റെ പശ്ചാത്തല വിവരണങ്ങൾ പറയുമ്പം മുഫസ്സിരീങ്ങൾ കൊണ്ടുവന്ന ചരിത്ര സംഭവം ഉണ്ടല്ലോ. കണ്ണു കാണാത്ത അബ്ദുല്ലാഹി ബിൻ മക്തൂം തങ്ങൾ വന്ന സമയത്ത് റസൂലുള്ള സംസാരിക്കുന്ന ആരോടായിരുന്നു? മക്കാ മുശ്രിക്കീങ്ങളോടാണ്. അവരോട് സംസാരിക്കുന്നത് കുടുംബകാരിയല്ല, അവർ ഇസ്ലാമിലേക്ക് വരാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ്. ആരാണ് അവര്? ബഹുമാനപ്പെട്ട യാസർ റളിയല്ലാഹു അൻഹുവിനെയും സുമയ്യ ബീവി അടക്കമുള്ള പാവപ്പെട്ട സ്വഹാബത്തിനെ ഇഞ്ചിഞ്ചായി കൊന്നുകളഞ്ഞ കശ്മലന്മാർ. അവരും ഇസ്ലാമിലേക്ക് വരാൻ ആഗ്രഹിച്ചു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ മനസ്സിന്റെ വിശാലത എത്രയായിരിക്കും! ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ 70,000-ൽപ്പെട്ട ഓരോരുത്തരോടൊപ്പം 70,000 ആളുകളെ മടക്കി മടക്കി അല്ലാഹു തആല ആവർത്തിച്ചു കൊടുത്തു. അപ്പം അത്രത്തോളം ആളുകൾക്ക് അല്ലാഹു തആല ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിൽ നിന്ന് സ്വർഗപ്രവേശനം കൊടുക്കും. എന്ത് കാരണമായിരിക്കും ഇങ്ങനെയുള്ള സ്വർഗപ്രവേശനത്തിന് കിട്ടുന്നത്? മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, അവര് എത്ര വലിയ വിഷയം, എത്ര വലിയ പ്രയാസങ്ങൾ വന്നാലും, എത്ര വലിയ ബുദ്ധിമുട്ട് വന്നാലും വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുന്നവരാണ്. നമുക്ക് നല്ല തവക്കുലുണ്ടെങ്കിൽ ഈ സ്വർഗത്തിലേക്ക് ഹിസാബില്ലാതെ കടന്നു പോകാൻ സാധിക്കും. എല്ലാത്തിൻ്റെയും മേലെ കഴിവുള്ള ഖാലിഖായ റബ്ബിലേക്ക് അചഞ്ചലമായ വിശ്വാസവും, മല പോലുള്ള പ്രശ്നങ്ങൾ വന്നാലും ഇതെൻ്റെ റബ്ബ് ഏറ്റെടുത്ത് തന്നെ സഹായിക്കുമെന്നുള്ള ഉറപ്പും തവക്കുല് നമുക്കുണ്ടെങ്കിൽ സ്വർഗപ്രവേശനം വളരെ ഹ്രസ്വമായി, വളരെ സന്തോഷത്തോടെ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.